ക്യാമറയോ അത് വലിയ രോഗമല്ലായും ക്യാമറ അപ്പൊ എന്തുവാണ് വിചാരിക്കുന്നത്? ഇതൊക്കെ ആരും അറിയത്തില്ലല്ലോ. എന്തൊക്കെ ഉണ്ടാക്കാനാ ആരെങ്കിൽ വേറെ ഇവിടെ ചേർന്ന് നടക്കാതാ എന്തൊക്കെ ഉണ്ടാക്കുക? ഏതാണ് വേറെ ചേർന്നത്? ഓനിയാസ് എടുക്കുന്നോ വരുന്നത്? ഓനിയാസ് കൊണ്ട് നടക്കുന്നത് ഇനിയിപ്പോ വരുന്നത് വന്നേക്ക് ജോലി ചെയ്തിട്ട് പോരാം. അന്നേരം ഇന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് പറയണ്ടായിരുന്നു. എന്നൊക്കെ അയലത്തെ വീട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ച് പറയണ്ടാക്കാൻ വരുന്നു. ഇതൊക്കെ വരുന്നത് ജോലി ചെയ്തിട്ട് പോയാൽ മതി. ആ സമയമാകുമ്പോൾ 8 മണി പിന്നെ 2 മണിക്കൊക്കെയാണ് ക്യാമറ ഓഫ് ചെയ്യുന്നത്. കറണ്ട് ഓഫ് ചെയ്ത് കക്ഷി കറക്റ്റ് സമയത്ത് കറണ്ട് കളഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കല്ലോ. ഇതൊക്കെ ഉണ്ടാക്കുമോ? അമ്മമാരിങ്ങനെ സമയത്ത് ക്യാമറ ഓഫ് ചെയ്ത് ഒരാളും ശ്രദ്ധിക്കുന്ന ഒരാളമാര് ചുവന്ന കാറ് കൊല്ലത്തുനിന്ന് വന്ന് കിടക്കുന്ന തിരുവനന്തപുരത്ത് വേണ്ടി കാറ് ശ്രദ്ധിക്കുക. അമ്മമാരിങ്ങനെ വരുന്ന സമയമാകുന്നുണ്ടെങ്കിൽ കറണ്ട് കറണ്ട് കളഞ്ഞ് ഡ്രാമ ഉണ്ടാക്കുന്നത്. എന്താ ഡ്രാമയാ? ഡ്രാമ രോഗമായിട്ട് മാറിയിരിക്കുന്നത്. കൂടിക്കൂടി വരുന്ന രോഗം കൂടിക്കൂടി വരുന്നു രോഗം കൂടിക്കൂടി വരിക രോഗം. ഇങ്ങനത്തെ ആരാന്ന് പറഞ്ഞ് അഭിനയിക്കുക. എന്താ അഭിനയവ കണ്ടവനൊക്കെ ഇവിടത്തെ ആരാളൊക്കെയാണ് അഭിനയിക്കുന്നത്. കണ്ട പെണ്ണുങ്ങളെ കുറിച്ചിട്ട് അഭിനയിക്കാൻ എന്തുവാണ് നീയൊക്കെ ആരാണ് കണ്ട പെണ്ണുങ്ങളെ കുറിച്ച് നീയൊക്കെ അഭിനയിക്കാറ്? നീയൊക്കെ ആരാ കണ്ട പെണ്ണുങ്ങളെ രക്ഷകർത്താവാ? നീയൊക്കെ ആരാ? ഇതൊക്കെ രോഗം രക്ഷകർത്താവാൻ പോകണം. ഇത് വേണ്ട ക്യാമറ ഓഫ് വെച്ചിട്ട് എന്താ പോരാ അല്ലേക്ക് രോഗം എന്ത് വേണം? മറ്റൊരു ജീവിക്കേണ്ട പോലെ ഇങ്ങോട്ട് കാട്ടി വെച്ചിട്ട് ക്യാമറ ഓഫാക്കോ വണ്ടി ക്യാമറ അയച്ചു വെച്ചിട്ട് ക്യാമറ ഓഫാക്കി എന്തായാലും വരാം. എന്തായാലും ക്യാമറ ഓഫ് ചെയ്തേക്ക് ഓടിയാൽ എടുത്തോ. എന്നെ കുറിച്ച് കഥയുണ്ടാക്കാൻ എന്നെ കുറിച്ച് കഥയുണ്ടാക്കാൻ എന്താ ഉണ്ടാക്കുമല്ല. എന്താ പറയാ പെണ്ണുങ്ങളെ കുറിച്ച് ഉണ്ടാക്കുന്നത്? നീ എന്താ പറയാ പെണ്ണുങ്ങളെ കുറിച്ച് ഉണ്ടാക്കുന്നത്? എന്താ കഥയുണ്ടാക്കുക പെണ്ണുങ്ങളെ കുറിച്ച്? നീ ആരാ പെണ്ണുങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കാൻ? അതിന്റെ കഥയുണ്ടാക്കാൻ എന്താ പറയാ? നീ ഇവിടെ പുറത്തുനിന്നാണോ കഥ? എന്താ പുറത്തുനിന്ന് കഥയുണ്ടാക്കോ? നീ പുറത്തുനിന്ന് കഥയുണ്ടാക്കണോ? പുറത്തുനിന്ന് കഥ പുറത്തുനിന്ന് കഥയുണ്ടാക്കലാവുന്നാളെ I'm warning actually one thing. Don't ever register your name in matrimonial sites actually. ഒരിക്കലും ഒരു മാട്രിമോണിയൽ സൈറ്റിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തത്. നിങ്ങൾ കല്യാണം കഴിച്ചവരല്ല നിങ്ങളുടെ ആൾക്കാരെ ഇതാക്കുന്നു അറിഞ്ഞ് കുറെ ആൾക്കാർ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ഇതുപോലെ നിങ്ങളുടെ എന്താണ് പ്രൊഫൈലൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ ഇന്നവരാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇതാക്കി അറിഞ്ഞ് നിങ്ങളെ പല രീതിയിൽ ട്രാപ്പ് ചെയ്യുക, നിങ്ങളെ കല്യാണം കഴിക്കുന്നവരെ വരുത്തുക, നിങ്ങളുടെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്തേച്ച് നിങ്ങളും ഈ ബന്ധപ്പെട്ട ആളുമായിട്ട് എന്തൊക്കെയോ കണക്ഷനാണെന്ന് വരുത്തിയേച്ച് ഇൻഷുറൻസ് ഒക്കെ തട്ടിക്കാൻ ഭയങ്കര കള്ളന്മാരുണ്ട്. നിങ്ങളുടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നില്ല. യുവമാരുടെ പണികളാണിത് പലതും. യുവമാര് ഭയങ്കരമായിട്ട് ബിനൂപി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ ബിറ്റൂപി എന്ന് പറയുന്നത് ഞാൻ ബന്ധമില്ലാതെ ഈ ബിറ്റൂപ്പിയുടെ ഒരു അനിയുണ്ട്. നിങ്ങൾ കഴിക്കാൻ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. ഒത്തിരി വയസ്സായാല് ഇതുവരെ ഇങ്ങനെ നടക്കുക. ഇങ്ങനെ കല്യാണം ഒന്നും കഴിക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പേരിൽ ഇങ്ങനെ കുറെ പെണ്ണുങ്ങളെല്ലാം കുറെ ഒന്നിനെ ട്രാപ്പ് ചെയ്ത് ചരിത്രമുണ്ട്. ഇവന് എന്തോ എന്റെ മേട്ടുപാളയത്തായിരുന്നു ഇവൻ. അന്നേരം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു എല്ലമാ ലോഡ്ജ് എന്ന് പറയുന്ന അവിടെ. ആ പെണ്ണ് ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത്. ചുമ്മാ അവന്റെ ഒരു ഡോക്ടർ അവളെന്തോ ആത്മഹത്യ ചെയ്യുന്നത്. ഇവനുമായിട്ട് വലിയ കണക്ഷനാണെന്ന് കഥകൾ ഉണ്ടാക്കി. ആ പെണ്ണ് ഇതുപോലെ
എന്തുവാ ഇവൻ വരുന്നുണ്ടെ ബസ് ഇവനൊന്ന് കൂട്ട് പിടിച്ചിട്ട് ഇവൻ വരുന്നുണ്ടെ ഈ പെണ്ണും അവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സീറ്റ് പിടിച്ചിട്ട് കൊടുക്കുക, അങ്ങനെ ഒന്നിച്ചിരുന്ന് വരിക, അങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ കഥകളൊക്കെ ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കിയിട്ട് ഒത്തിരി കാശൊക്കെ തട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങൾ ഡ്രാഫ്റ്റിലാവുന്നത്. ഈ മാട്രിമോണി സൈറ്റിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങൾ ഡ്രാഫ്റ്റിലാവുന്നത്. ഒരിക്കലും രജിസ്റ്റർ ചെയ്യരുത്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യരുത്. ഭയങ്കര കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. ഭയങ്കര നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ സകല വിവരങ്ങളും നിങ്ങളുടെ അഡ്രസ്സും സകലതും ഇവന്മാർ കണ്ടുപിടിക്കുകയും ഇങ്ങനെ സൈറ്റിൽ കയറി ഇതുപോലെ മാട്രിമോണിയലിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് തപ്പാനാന്ന് പറഞ്ഞ് കുറെ അവന്മാർ ഈ തരത്തിലുള്ള അവന്മാർ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവന്മാർ ഈ സൈറ്റുകളിലൊക്കെ ഉണ്ട്. നിങ്ങളെ ഇതുപോലെ നിങ്ങളെ ട്രാപ്പ് ചെയ്യും. ഇവരാണ് വിനൂപി കണ്ടല്ലൂർ സൗത്ത്, കാട്ടിക്കുന്നേൽ കണ്ടല്ലൂർ സൗത്ത്. ഇപ്പൊ അങ്ങനെ അഡ്രസ്സൊന്നും ഇല്ല, ഇടയ്ക്ക് സെൻഡ് ചെയ്ത് നടക്കുക. ഇങ്ങനെ നടക്കുക തന്നെ അതിന്റെ ജോലി. പലരെയും ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട്. നല്ല ആണുങ്ങളെ ട്രാപ്പ് ചെയ്യാനായിട്ട് പെണ്ണുങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ തിരിച്ചുമുണ്ട്. ഈ ജോലിയുമോട് 3-4 കെട്ടി നടന്ന പോലെ ഒരാളെ കൊണ്ട് അടുത്താളെ കൊണ്ട് പിന്നെ അടുത്താളെ കൊണ്ട് ഇങ്ങനെ പലരെ കൊന്നുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന പോലെ ഇങ്ങനത്തെ പെണ്ണുങ്ങളും ഉണ്ട്, ഇങ്ങനത്തെ ആണുങ്ങളും ഉണ്ട്. 4-5-10 കെട്ടി ഇങ്ങനെ നടക്കുകയുള്ളമാര് ഈ കാശിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല പല കള്ളത്തരങ്ങളും ഇവന്മാർ നടക്കുന്നുണ്ട്. പല കാശുമായിട്ട് നടക്കുക. അവന്മാര് പണിയാനാന്ന് പറഞ്ഞ് വരിക, പണിയാനാന്ന് പറഞ്ഞോണ്ട് പണിയാനാന്ന് പറഞ്ഞ് കയറി വരില്ലയോ. പണിയാനാന്ന് പറഞ്ഞ് എന്താ പണിയേറ്റ് പോടാം. ഈ കണ്ട അയലക്കുള്ള പെണ്ണുങ്ങളൊന്നും ഇതൊന്നും ആ വരണ്ട. അയലക്കുള്ള പെണ്ണുങ്ങളുടെ ഒന്നും ഇതാക്കാൻ വരണം. നീയൊന്നും നീ അവിടെ പണിയാൻ വരുന്ന അവിടെ പണിയേറ്റ് പോയാൽ മതി. നീയൊക്കെ ഇങ്ങോട്ട് വരുന്നത് അവരൊന്നും ഉണ്ടാക്കണ്ട. അവിടെ പണിയേറ്റ് പോയാൽ മതി. നല്ല ശരിക്ക് ഇങ്ങോട്ട് കയറി കഥയൊന്നും ഉണ്ടാക്കണ്ട. അവിടെ പണിയാണെങ്കിൽ അവിടെ പണിയേറ്റ് പോയാൽ മതി. അല്ല ഇങ്ങോട്ട് കഥയൊന്നും കയറി ദീപാവലി പണിക്കാന്റെ